ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ രാവിലെ തന്നെ തലശ്ശേരിയിലെ പ്രശസ്തമായ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോയി. ഇതാണ് അമ്പലവും അമ്പലത്തിൻ്റെ കുളവും. നോക്കിക്കേ, എന്തൊരു വൃത്തിയാ, എന്തൊരു തെളിമയാ നോക്കിയേ. സൂപ്പർ വൈബായിരുന്നു കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ല. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. പുട്ടും അപ്പവും മുട്ട റോസ്റ്റും ആയിരുന്നു കേട്ടോ കഴിച്ചത്. അവിടെ ഒരു നാടൻ കടയിൽ നിന്നാണ് കഴിച്ചത്, തലശ്ശേരിയിലെ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ നേരെ തലശ്ശേരി ഫോർട്ടിലേക്ക് പോയി. തലശ്ശേരി കോട്ട 18-ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ് തലശ്ശേരി കോട്ട. ഇവിടെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവേശനമുള്ളത്. ഇതാണ് തലശ്ശേരി കോട്ട. അവിടുന്ന് പിന്നെ നേരെ തലശ്ശേരിയിലെ പ്രശസ്തമായ ഫിഷ് മാർക്കറ്റിലേക്ക് പോയി. അതൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു. തലശ്ശേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത് കടലിൻ്റെ തീരത്താണ് കേട്ടോ. മാർക്കറ്റിൽ ഇഷ്ടംപോലെ മീൻ കണ്ടു. പിന്നെ ഞങ്ങളൊന്നും വാങ്ങിയില്ല, ട്രാവൽ ആയതുകൊണ്ട്. അതിനുശേഷം അടുത്തുള്ള മാഹിയിൽ നിന്നും പെട്രോൾ അടിച്ചു കേട്ടോ. ഇതാണ് മാഹിയിലെ പെട്രോൾ റേറ്റ്. പിന്നെ അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയി. ഇപ്പോൾ ട്രാവൽ ചെയ്തിട്ട് നേരെ എത്തിയിരിക്കുന്നത് കണ്ണൂരിലെ പ്രശസ്തമായ ഒരു ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. മുഴുപ്പിലങ്ങാടി ബീച്ച് എന്ന് പറയും. അതായത് ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് മുഴുപ്പിലങ്ങാട്. ഏകദേശം 3.8 കിലോമീറ്റേഴ്സാണ് ബീച്ചിൻ്റെ നീളം വരുന്നത്. തലശ്ശേരി മുതൽ കണ്ണൂർ വരെ പോകുന്ന NHന് പാരലായിട്ടാണ് ഈ ബീച്ചുള്ളത്. നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ചെറിയൊരു പേടിയൊക്കെ തോന്നുമെങ്കിലും പിന്നെ അതൊന്നും പ്രശ്നമില്ല, നല്ല ഹരമായിട്ട് മാറി. മണ്ണിൽ പുഴുന്നു പോകാതെ തന്നെ ഡ്രൈവിങ് ചെയ്യുന്നതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. തലശ്ശേരിയിൽ നിന്ന് 7 കിലോമീറ്ററും കണ്ണൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററും അകലെയാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 27 കിലോമീറ്ററും കൂടിയാണ് ട്രാവൽ ചെയ്യേണ്ടത് കേട്ടോ. കണ്ണൂർ ഭാഗത്തൊക്കെ വരുന്നവർ നിർബന്ധമായിട്ടും ഈ ഒരു ബീച്ച് കണ്ടിരിക്കണം. നല്ലൊരു അനുഭവമാണ് ഈ ഒരു ഡ്രൈവിംഗ് ബീച്ച്. കാരണം കേരളത്തിൽ വേറെ ഒരിടത്തും ഇത്രയും സൂപ്പറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ല. പിന്നെ വീണ്ടും അവിടുന്ന് യാത്ര തുടർന്നു. ഇപ്പം നമ്മൾ നേരെ കണ്ണൂരേക്കാണ് പോകുന്നത്, കണ്ണൂർ ടൗണിലേക്ക്. പിന്നെ കണ്ണൂരേക്ക് പോകുന്ന വഴിക്ക് ഒരു കട കണ്ടു. ചില വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ്, കുഞ്ഞു ഷോപ്പ് കേട്ടോ. അവിടുന്ന് പിന്നെ കണ്ണൂരപ്പം എന്ന് പറയുന്നൊരു പലഹാരം മേടിച്ചു. നമ്മുടെ ഉണ്ണിയപ്പത്തിനൊക്കെ പോലെ ഇരിക്കുന്നൊരു സാധനം. പിന്നെ പോകുന്ന വഴിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഓഫീസൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഇത് കണ്ണൂർ ടൗണിലെ പ്രശസ്തമായുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. ഇതിനെ ഒണ്ടേൻ എന്നാണ് വായിക്കേണ്ടത്. ഹോട്ടൽ ഒണ്ടേൻ റോഡ് എന്നാണ് പറയുന്നത്. അവിടെ സാധാരണ ഉള്ള പോലെ ഊണും മീനും ഒക്കെ തന്നെയാണ് ഉള്ളത്. ഞങ്ങൾ നെയ്മീനും പ്രോൺസും ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ്, സൂപ്പർ കേട്ടോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് അവിടുത്തെ മീനുമാണ്. നോക്കിക്കേ, അത്യാവശ്യം നല്ല വില കുറവായിരുന്നു അവിടെയുള്ള ഫുഡൊക്കെ. പിന്നെ വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ കണ്ണൂരിലെ പ്രശസ്തമായിട്ടുള്ളൊരു പാലമാണിത്, വളപട്ടണം പാലം. കണ്ണൂരിൻ്റെ ഒരു ജീവനാഡി എന്നൊക്കെ തന്നെ പറയാം ഈ ഒരു കണ്ണൂരിലെ വളപട്ടണം പുഴ. അത് ഏകദേശം ഒരു 110 കിലോമീറ്ററാണ് നീളം വരുന്നത്, ഈ പുഴയുടെ നീളം. പാലത്തിൻ്റെ നീളം വരുന്നത് 280 മീറ്ററാണ്. ഈ കാണുന്നതാണ് കേട്ടോ വളപട്ടണം പുഴ. ഈ പുഴയ്ക്ക് ചുറ്റിനും ഇഷ്ടംപോലെ അമ്പലങ്ങളും പ്രശസ്തമായിട്ടുള്ള കുറേ സ്പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം കടന്ന് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ണൂർ ജില്ലയൊക്കെ ക്രോസ് ചെയ്തു. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ വഴി കാസർഗോഡ് ജില്ലയിലേക്ക് പ്രവേശിച്ചു. കാസർഗോഡിലെ നീലേശ്വരം, കാഞ്ഞങ്ങാട് ഒക്കെ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാസർഗോഡാണ് പ്രോപ്പറായിട്ട്. അവിടുന്ന് നമ്മൾ പോകുന്ന വഴിക്ക് ബേക്കൽ കോട്ട കണ്ടായിരുന്നു. ഇത് ഏകദേശം AD 1650 പണിയതൊരു കോട്ടയാണ്. ഏകദേശം 40ഓളം ഏക്കറിലാണ് ഇത് പടർന്ന് കിടക്കുന്നത്. ശിവപ്പ നായക്ക എന്ന് പറയുന്നൊരു ഭരണാധികാരിയാണ് ഇത് പണിതത്. പണ്ട് മലബാർ കീഴടക്കാൻ വന്ന ടിപ്പു സുൽത്താൻ്റെ പ്രധാനപ്പെട്ടൊരു മിലിറ്ററി സ്റ്റേഷനായിരുന്നു ഈ ബേക്കൽ കോട്ട. പല സിനിമകൾക്കും ലൊക്കേഷനായിട്ടുള്ളൊരു സ്ഥലമാണ് ബേക്കൽ കോട്ട. അതുകൂടെ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴയും പിന്നെ മോശം റോഡും. കാരണം NH66ൻ്റെ പണി നടക്കുന്നത് കൊണ്ടും ഭയങ്കര ചെളിയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അതെല്ലാം കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ഡ്രൈവ് ചെയ്ത് വന്നു. അവസാനം ഞങ്ങൾ കർണാടക സ്റ്റേറ്റിൻ്റെ ബോർഡർ എത്തി. അത് നമ്മുടെ കേരളത്തിലെ തലപ്പാടിയൊക്കെ ക്രോസ് ചെയ്തിട്ട് കർണാടക സ്റ്റേറ്റിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. കർണാടക സ്റ്റേറ്റിലെ ഒരു ടോൾ ജംഗ്ഷനൊക്കെ ക്രോസ് ചെയ്തപ്പോൾ ടിപ്പിക്കൽ കർണാടകയാണ്. റോഡൊക്കെ നല്ല ചേഞ്ചായി, 4 വരി പാതയായി. ഇപ്പം നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മംഗലാപുരത്തേക്കാണ്. മംഗലാപുരം നമ്മൾ മാംഗ്ലൂർ എന്ന് പറയും.
നാളെ ഇവിടുന്ന് അടുത്ത മുർദേശ്വറിലേക്ക് പോകാനാണ് പ്ലാനിട്ട് വെച്ചിരിക്കുന്നത്. സോ നേരെ ഞങ്ങൾ കർണാടകയിലെ മംഗലാപുരത്തെ ഒരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ട് റൂമിലേക്ക് പോയി. എന്നിട്ട് റൂം എടുത്തിട്ട് ചായയൊക്കെ കുടിച്ചു, ഒരു ബർഗറൊക്കെ കഴിച്ചു. അതായിരുന്നു ഞങ്ങളുടെ ഡിന്നർ. സോ ബാക്കി വിശേഷമൊക്കെ ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.